Hello everyone, welcome to iPlus Training Solutions. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ HSST ഇംഗ്ലീഷിന് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് വിശകലനം ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ അത് പാർട്സ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഒരു ചെറിയ പരീക്ഷയായിട്ട് തന്നെ ഇതിനെ കാണുക, ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ ഉത്തരങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് അത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഏത് ഉപാധിയിലൂടെയും നമ്മൾ മാക്സിമം ചോദ്യങ്ങൾ കണ്ടെത്താനായിട്ട് പരീക്ഷയ്ക്ക് മുൻപായിട്ട് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇതേ ചോദ്യം ഇതാണല്ലേ, ദ സബ് ടൈറ്റിൽ ഓഫ് വിൻഡ് ഹോവർ. വിൻഡ് ഹോവർ എന്ന് പറയുന്ന വർക്കിന്റെ സബ് ടൈറ്റിൽ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഏതാണ്? ഫ്രം ക്രൈസ്റ്റ് അവർ ലോർഡ്, സബ്മിറ്റ് ബിഫോർ യു ഓ ലോർഡ്, ടു ക്രൈസ്റ്റ് അവർ ലോർഡ്, ഓ ക്രൈസ്റ്റ് മൈ ലോർഡ്. അല്ലെ, അതായത് 4 ഓപ്ഷൻസ് നമുക്കുണ്ട്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസിങ് ആണോ എന്ന് ഫീൽ ചെയ്യിക്കുന്ന തരത്തിലുള്ള ഓപ്ഷൻസ് തന്നെയാണ് അല്ലെ. അപ്പൊ വിൻഡ് ഹോവർ എന്ന് പറയുന്ന വർക്കിന്റെ സബ് ടൈറ്റിൽ വരുന്നത് ടു ക്രൈസ്റ്റ് അവർ ലോർഡ് എന്നാണ് കേട്ടോ. ടു ക്രൈസ്റ്റ് അവർ ലോർഡ് എന്നുള്ളതാണ് ഈ ഒരു വർക്കിന്റെ സബ് ടൈറ്റിൽ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ സബ് ടൈറ്റിൽസ് എപ്പോഴും ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. ഇനി അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടായിരിക്കും എപ്പോഴും നമുക്ക് ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, ഇതിൽ ഏതാണെന്നുള്ള രീതിയിലുള്ള കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അത് ഇപ്പൊ നോട്ട് ചെയ്ത് വെച്ചു, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ടു ക്രൈസ്റ്റ് അവർ ലോർഡ്. ഓക്കെ, അപ്പൊ അടുത്ത നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് നെയിം ദ ഓതർ ഓഫ് ദ പോം, പോയറ്റ്, ലവർ, ബേർഡ് വാച്ചർ. ഓക്കെ, അതായത് ഈ കവിതയുടെ പേര് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുള്ള കവിതയാണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. അപ്പൊ അതേ നമ്മുടെ പോമിന്റെ പേര് പോയറ്റ്, ലവർ, ബേർഡ് വാച്ചർ എന്നാണ്. ഓക്കെ, നെയിം ദ ഓതർ ഓഫ് ദ പോം. ഈ കവിത എഴുതിയത് ആരാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസിൽ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ഉണ്ട്, AK രാമാനുജൻ ഉണ്ട്, ഈസ് ദെയർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു എസ്സേ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം നസീം ഇസ്ഗിൽ അല്ലെ, ജൂയിഷ് പീപ്പിളിന്റെ സഫറിങ്സ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു റൈറ്റർ തന്നെയാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ദിലീപ് ചിത്ര എന്ന് പറയുന്ന ഒരു റൈറ്ററിനെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇവരാണ് ഇവിടെ ഓപ്ഷൻസിലുള്ളത്. ടാഗോർ ഉണ്ട്, രാമാനുജൻ ഉണ്ട്, ഇസ്ഗിൽ ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്രോമിനന്റ് ഫിഗർ ആയിട്ടുള്ള ചിത്ര ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ചിത്ര പല ഏരിയാസിലാണ് കേട്ടോ, ഒരു ഏരിയ എന്ന് മാത്രം നമുക്ക് റെസ്ട്രിക്ട് ചെയ്ത് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് നമ്മുടെ ഇസ്ഗിലാണ്. ഓക്കെ, ഈ ഓപ്ഷൻ ഡി കാണുമ്പോൾ അത്ര എപ്പോഴും കാണുന്ന ഒരു കോമൺ ഓപ്ഷൻ അല്ല, അതുകൊണ്ട് നമുക്ക് അതാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ തോന്നും, പക്ഷേ അല്ല. അതായത് നമ്മുടെ പോയറ്റ്, ലവർ ആൻഡ് ബേർഡ് വാച്ചർ എന്ന് പറയുന്ന വർക്ക് എഴുതിയത് നസീം ഇസ്ഗിൽ ആണ് കേട്ടോ, നസീം ഇസ്ഗിൽ. പിന്നെ നമുക്ക് വേണ്ടത് മൂന്നാമത്തെ ചോദ്യമാണ് അല്ലെ, എല്ലാവരും മൂന്നാമത്തെ ചോദ്യത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ വെയിറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ 2 ചോദ്യങ്ങൾ ക്ലിയർ ആയില്ലേ? സബ് ടൈറ്റിലായിരുന്നു ഒരെണ്ണം, അത് നമ്മൾ കണ്ടെത്തി. അതിനുശേഷം കവിയെ കണ്ടെത്തേണ്ട ചോദ്യമായിരുന്നു, കവിതയുടെ പേര് തന്നിട്ടുണ്ട്, കവിയെ നമ്മൾ കണ്ടെത്തണം, അത് നമ്മൾ ചെയ്തു. ഇനി അടുത്തായിട്ട് നമ്മുടെ മൂന്നാമത്തെ ചോദ്യമാണ് അല്ലെ. അപ്പൊ അത് നോക്കാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു വർക്കാണ് കേട്ടോ ഇത്. The heads of Devadatta. Okay, the heads of Devadatta and Dash were interchanged in Girish Karnad's Hayavadana. Okay, ഭാഗവത എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒക്കെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് നമ്മുടെ ഗിരീഷ് കർണാടിന്റെ ഹയവദന എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് അല്ലെ, ഹയവദന. ഓക്കെ, ഹയവദന. അപ്പം ഹെഡ്സ് ഓഫ് ദേവദത്തയും, അതായത് ദേവദത്ത ഇതിനകത്തെ ഒരു കഥാപാത്രമാണ് കേട്ടോ, ദേവദത്തയുടെയും ഈ ഒരു നാടകത്തിലെ തന്നെ മറ്റൊരു കഥാപാത്രത്തിന്റെയും ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഒരു കാളി ടെമ്പിളിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഇന്റർചേഞ്ചിങ് ഒക്കെ നടക്കുന്നത്. അപ്പൊ ആരുടെയൊക്കെ ഹെഡുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തത്? ഭാഗവത. ഓക്കെ, ഭാഗവത എന്നാണ് ഇവിടെ നമുക്ക് വരേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഹയവദന, കപില, പത്മിനി. ഓക്കെ, ഇതിനകത്തെ ലേഡി ക്യാരക്ടറാണ് നമ്മുടെ പത്മിനി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആൻസർ വരുന്നത് എന്താണ്? കപില. ഓക്കെ, കപില. അതായത് ഒരാൾ ഭയങ്കര ഇന്റലിജന്റ് ആണ്, മറ്റൊരാൾ ഭയങ്കര സ്ട്രോങ് ആണ്, ഫിറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് അവരുടെ രണ്ടുപേരുടെയും പ്രത്യേകത എന്ന് പറയുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ഹെഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുന്നത്. ബോത്ത് ഓഫ് ദം ലവ്സ് പത്മിനി. ഓക്കെ, രണ്ടുപേരും പത്മിനിയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അത് കാരണം ഏറ്റവും വലിയ പെയിൻ ഉണ്ടാവുന്നത് ആർക്ക് തന്നെയാണ്? പത്മിനിക്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. So the heads of Devadatta and Kapila are being interchanged. അടുത്ത ചോദ്യം എന്താന്ന് നോക്കി. The feminist anthology This Bridge Called My Back, Writings by Radical Women of Color is edited by. Okay, അതായത് ഈ ഫേമസ് ആയിട്ടുള്ള ആന്തോളജി, അതായത് This Bridge Called My Back, Writings by Radical Women of Color. Okay, ഈ ഒരു ബുക്ക് എഡിറ്റ് ചെയ്തത് ആരാണ്? ഈ ആന്തോളജി എഡിറ്റ് ചെയ്തത് ആരാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് റാമോസ് ഉണ്ട്, കാസ്റ്റിലോ ഉണ്ട്, അതുപോലെ തന്നെ കൊളാബ് ചെയ്ത് 2 പേരുടെ പേരുണ്ട് അല്ലെ, നമ്മുടെ അൻസാൽഡ്വ, അതുപോലെ തന്നെ നമ്മുടെ മൊറാഗ, ചെറി മൊറാഗ, ആൻഡ്
ഓൾസോ യു ക്യാൻ സീ ചെറി മൊറാഗ ആൻഡ് ജുനിത റാമോസ്. ഓക്കെ, അതായത് ഈ ആദ്യത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, ആദ്യത്തെ ഓപ്ഷനും കൂടി ഇവിടെ കയറി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവരുടെ കൊളാബറേറ്റീവ് എഫേർട്ട് ആണോ ഈ എഡിറ്റിംഗ്, അതോ ഈ ഇൻഡിപെൻഡന്റ് റൈറ്റേഴ്സ് ചെയ്തതാണോ? ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ ചോദ്യം ഉറപ്പായിട്ട് നോക്കി വെക്കണം, കാരണം നമുക്ക് HSSTക്ക് ഫെമിനിസത്തിൽ നിന്ന് ചോദ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇത് തന്നെ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്, കാരണം PSC പരീക്ഷകളുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ അവിടെ കാണുന്നത്, ഈ ആവർത്തിക്കപ്പെടുന്ന ചോദ്യങ്ങൾ. അപ്പൊ എന്തായാലും ഇതിന്റെ ഉത്തരം വരുന്നത് നമുക്ക് C ആണ് കേട്ടോ. നമ്മുടെ അൻസാൽഡോയും അതുപോലെ തന്നെ ചെറി മൊറാഗയും ചേർന്നിട്ടാണ് ഈ ഒരു ബുക്ക് എഡിറ്റ് ചെയ്തിട്ടുള്ളത്, ഈ ആന്തോളജിയുടെ എഡിറ്റിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 4 ചോദ്യമായി. അടുത്തായിട്ട് നമുക്ക് ഏത് ചോദ്യമാണ്? 5ാമത്തെ ചോദ്യമാണ് അല്ലെ. 5ാമത്തെ ചോദ്യം എന്താണെന്ന് ആദ്യം തന്നെ പരിചയപ്പെടാം. നോക്കിക്കേ, ദി CMS മിഷനറി who propagated the idea of primary education in Alleppey, നമ്മുടെ ആലപ്പുഴയിൽ. ഓക്കെ, അപ്പൊ ആലപ്പുഴയിൽ ഏത് CMS മിഷനറി ആണ് ഐഡിയ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്തത്? പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ ഇതിൽ ആരെയാണ് നമുക്ക് ഉത്തരമായിട്ട് എടുക്കാൻ പറ്റുന്നത്? ജെയിംസ് റോബർട്ട്സ് ഉണ്ട്, ക്ലോഡിസ് ബുച്ചാനൻ ഉണ്ട്, അതുപോലെ തന്നെ തോമസ് നോട്ടനും WT റിങ്കിൾ ടോബ് എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് പ്രോമിനന്റ് ഫിഗറിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ ആലപ്പുഴയിൽ നമ്മുടെ CMS മിഷനറി, ഏത് CMS മിഷനറി ആണ് ഐഡിയ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്തത്? ഓക്കെ, നോക്കി വെക്കണേ. ഉത്തരം വരുന്നത് തോമസ് നോർട്ടൺ ആണ് കേട്ടോ, തോമസ് നോർട്ടൺ. അപ്പൊ 5 ചോദ്യങ്ങൾ അല്ലെ. എത്രയും പെട്ടെന്ന് നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു ചോദ്യത്തിൽ നിന്ന് അടുത്ത ചോദ്യത്തിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചോദ്യത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തോ, ഓക്കെ, ഈ ചോദ്യം ഇതിനു മുമ്പ് ആവർത്തിക്കപ്പെട്ടതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ വേണം. നമ്മുടെ ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് എപ്പോഴും ആ ഒരു പാറ്റേണിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തുടർന്നും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പെട്ടെന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ, അതായത് നമുക്ക് ഷോർട്ട് ടൈമിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള വീഡിയോസ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു സോ മച്ച്.